നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റബ്ബറിന് ഷെയ്ഡ് ഇടുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കിന്ന് അതൊന്ന് റബ്ബർ മരുന്ന് ചിരണ്ട. നമ്മൾ ഇന്നലെ ചിരണ്ടി മരമാണ് തോന്നിട്ടുണ്ട്. നമ്മൾ പശ തേക്കുവാണ്. അത് അന്നയുടെ പരസ്യമാണ് നമ്മൾ തേക്കുന്നത്. അത് അന്നയുടെ പരസ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് ചെറുതായിട്ട് ആറണം, എന്നിട്ടാണ് നമ്മൾ തേക്കുന്നത്. ഇങ്ങനെ വട്ടം ചുറ്റിച്ച് കട്ടിക്കാണ് നമ്മൾ തേക്കേണ്ടത്. കണ്ടേ, ഇതുപോലെ നമ്മൾ കട്ടിയായിട്ട് വേണം തേക്കാൻ. നമുക്ക് അടുത്ത മരത്തിന് തേക്കാം. അവിടെ ഇങ്ങനെ വട്ടം ചുറ്റിച്ച് വട്ടം ചുറ്റി ഇങ്ങനെ തേക്കണം. നമ്മൾ ഗോൾഗേറ്റൊക്കെ പേസ്റ്റ് എടുക്കത്തില്ലേ, എന്ന് പറയുന്നത് പോലെ കയ്യിലെടുത്തിട്ട് വട്ടം ചുറ്റി ഇടാണ് എടുക്കേണ്ടത്. നമുക്കിനി പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതാണ്. ഞങ്ങൾ മേടിച്ചേക്കുന്ന ഞൊറു അടിച്ച പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഞൊറു ഇടേണ്ട ആവശ്യമില്ല. അതിനകത്ത് വെച്ച് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് മാത്രം പോയാൽ മാത്രം മതി. ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ വരണം. പക്ഷെ ഞൊറു ഇടണ്ട, കാരണം ഞൊറു അടിച്ചാണ് ഞൊറു അടിച്ചാണ് നമുക്ക് പ്രയാസമില്ല. അങ്ങ് ഒട്ടിച്ച് പോയാൽ മാത്രം മതി. ഞൊറു ഇടണമെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് ഞൊറിഞ്ഞ് വരണം. നമ്മളിത് ഒട്ടിക്കുന്നതെന്ന് പറയുന്നത് പശയുടെ പകുതി വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എന്നിട്ട് ഇത് വെട്ടാത്ത വശം തൊട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് തന്നെ. പകുതി വെച്ച് വേണം ഒട്ടിക്കാൻ. അത് ഇങ്ങനെ അട്ട ഒട്ടിച്ചിങ്ങനെ വരണം. ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം. കട്ട് ചെയ്യുമ്പം 2 ഇഞ്ച് വിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒട്ടിച്ചതിന് ശേഷം 2 ഇഞ്ച് വിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതാണ്ട് ഇതുപോലെ അധികത്ത് ഇച്ചിരി കിടക്കണം. കണ്ടോ, ആദ്യം നമുക്ക് നാടേ അടിക്കാം. 2 ഇഞ്ച് 1 ഇഞ്ച് പ്ലാസ്റ്റിക്കാണിത്. ആദ്യം 2 പിന്നടിച്ച് കൊടുക്കണം. പിന്നെ ഓരോ പിന്ന് വീതം ഇങ്ങനെ വലിച്ച് പിടിക്കണം. ഈ പ്ലാസ്റ്റിക് വലിച്ച് പിടിച്ച് വേണം ഓരോ പിന്നും ഇതുപോലെ അടിച്ചു കൊടുക്കാൻ. വലിച്ച് പിടിച്ച് വേണം അടിക്കാൻ. അന്നേരം ഈ വലിച്ച് പിടിക്കുമ്പം മുറുകും മേളിൽ നിന്ന് നമ്മുടെ പശയില്ലേ താഴോട്ട് ഒലിച്ചിറങ്ങി ഇതുമായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം ചോരത്തില്ല. വലിച്ച് അടിക്കുന്നതാണ് ചോരാതിരിക്കുന്നത്. എന്നിട്ട് 2-3 എണ്ണം ഒന്നിച്ചടിച്ചു കൊടുക്കണം. അതുകൊണ്ട് അകലെ ഉള്ളിടത്തല്ല ഓരോന്ന് വീതം അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് വിട്ട് ചേർത്ത് വെച്ചാൽ കട്ട് ചെയ്യണം. നാട അടിക്കാണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ച് 2 പിന്ന് അവിടെ അടിക്കണം. വലിച്ച് പിടിച്ച് വേണം ഓരോ പിന്നടിക്കാൻ. വലിച്ച് പിടിച്ച് വേണം അടിക്കാൻ, ഓരോ പിന്നീട് അടിക്കാൻ. വലിച്ച് ഇങ്ങനെ പിടിച്ച് അടിക്കാൻ. എന്നിട്ട് ലാസ്റ്റ് ഓരോ പിന്നടിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് 2-3 പിന്നടിക്കണം ചൂടാൻ. ഇത് പൊക്കത്തിലുള്ളൊരു മരമാണ്. ഇതിൻ്റെ മേളിൽ കൂടെ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ കുറച്ച് പൈസ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂശത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. കാരണം അതെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ചോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ചോരത്തില്ല എങ്കിലും ചിലപ്പോഴൊക്കെ ആണെങ്കിൽ 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു ചോർച്ച അനുഭവപ്പെടുന്ന കാണാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ലോലമായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ എൻ്റെ മേളിൽ കൂടെ തേച്ച് കൊടുത്താൽ നമുക്ക് 100% ചോർച്ചയില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കിനി ഒരു മരം കൂടെ അടുത്തൊരു മരം കൂടെ നമുക്ക് പശ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് പെയിൻ്റ് അടിക്കുന്നത് പോലെ ആയാലും മതി. ഇത് കൊടുക്കുമ്പോൾ അത്രമാത്രം അത് പെർഫെക്റ്റ് ഇതാവുകയാണ്, കട്ടിയാവുകയും നമുക്കത് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും ചിലതൊക്കെ ഒന്ന് ചോർച്ച ഉണ്ടാകാറുണ്ട്. എത്ര എന്ന് പറഞ്ഞാലും ചോർച്ച ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാം ചോർച്ച ഉണ്ടല്ലോ. അങ്ങനെ ചെയ്തിട്ടുള്ള കാരണങ്ങളിൽ ഒരു മരത്തിന് പോലും ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ഷെയ്ഡ് ഇടാം. അന്നേരം ഈ പ്ലാസ്റ്റിക് പൊക്കണം. എന്നിട്ട് അതിൻ്റെ ചിരട്ടയുടെ ഭാഗം എന്നിട്ട് ലെവൽ ചെയ്തിട്ട് അവിടുന്ന് പിന്നടിക്കണം. ചിരട്ടയുടെ ഭാഗം ലെവൽ ചെയ്തിട്ട് വേണം 2-3 പിന്നടിച്ചു കൊടുക്കാൻ. എന്നിട്ട് മാറ്റി പിന്നടിച്ച് നോക്കണം.
ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് വേണം പിന്നെ അടിച്ചു കൊടുക്കാൻ. കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പ്ലാസ്റ്റിക് താത്തിടണം. പ്ലാസ്റ്റിക് താത്തിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഷെയ്ഡ്. നമുക്ക് അടുത്തൊരു മരവും കൂടെ ഷെയ്ഡിടാം. അതിൻ്റെ പ്ലാസ്റ്റിക് നമുക്ക് ഇതുപോലെ പൊക്കി വെക്കാം. പൊക്കിയിട്ട് നമുക്ക് ഷെയ്ഡ് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ചിരട്ട ഭാഗം വരുന്ന ഭാഗം ലെവൽ ചെയ്തുകൊണ്ട് വേണം നമുക്ക്. എന്നിട്ട് അത് പിന്ന് കുത്താം. 3 പിൻ അങ്ങോട്ട് കയറ്റി വെച്ച് എന്നിട്ട് നമ്മൾ ലെവൽ പിടിക്കണം. വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. ചേർത്ത് അങ്ങോട്ട് പിൻ ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. എന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് താത്തിടാം. അതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.